തൊഴിൽ നഷ്ടമാകുമെന്നതുകൊണ്ട് മാത്രം മദ്യനയം നടപ്പിലാക്കുന്നത് തടയാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വ്യാവസായിക തൊഴിൽ നിയമങ്ങൾ പ്രകാരമാണ്. പഞ്ചനക്ഷത്ര പദവിക്ക് ബാർ ലൈസൻസ് നിർബന്ധമല്ല. കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം നയത്തിൽ ഇക്കാര്യം വ്യക്തമാണെന്ന് കോടതി പറഞ്ഞു. നിരോധനമുള്ള സംസ്ഥാനങ്ങളിൽ നക്ഷത്ര പദവിക്ക് ബാർ ലൈസൻസിന് ആവശ്യമില്ലെന്നും കോടതി വ്യക്തമാക്കി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്ന വിശദാംശങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്ന്. ഉണ്ണി, എന്തൊക്കെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ? ുടെ ഹർജിയിൽ തൊഴിലാളികളും കക്ഷിയെതിരുന്നു. ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ച കാര്യം തങ്ങളുടെ തൊഴിൽ നഷ്ടമാകുന്ന 15ഓളം ബാർ തൊഴിലാളികൾ മദ്യ നിയന്ത്രണത്തിലുള്ള സർക്കാർ നയത്തിന് ശേഷം ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു. എന്നാൽ കോടതി വ്യക്തമാക്കിയ കാര്യം തൊഴിൽ നഷ്ടമാകും എന്നതുകൊണ്ട് മാത്രം സർക്കാരിനെ മദ്യം നിയന്ത്രിക്കുന്നതിനും നിരോധിക്കുന്നതിനുമുള്ള അവകാശം ഇല്ലാതാകില്ല എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ തൊഴിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ടത് വ്യാവസായിക തർക്കങ്ങളും തൊഴിൽ നിയമങ്ങളും പ്രകാരമാണ്. അത്യാവശ്യമായ അനുമതി കോടതി നൽകാമെന്നും അത്തരത്തിൽ അനുമതി നൽകിക്കൊണ്ട് ഇവരുടെ ഹർജി തീർപ്പാക്കാമെന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും സംസ്ഥാന സർക്കാർ 5% അധിക സെസ് വാങ്ങുമ്പോഴും പുനരധിവാസത്തിനായി യാതൊരു തുകയും ചെലവഴിച്ചിട്ടില്ല എന്ന ആരോപണവും തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും ഇവരുടെ വാദം കേസിൽ തുടരും. അതേസമയം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ നിർണായകമായ ഒരു നിരീക്ഷണം ഇന്നുണ്ടായിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം നയവുമായി ബന്ധപ്പെടുത്തിയാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നിർബന്ധമാണെന്ന് ടൂറിസം നയത്തിൽ പറയുന്നുണ്ടെന്ന് ബാർ ഉടമകൾ കഴിഞ്ഞ ദിവസം വാദിച്ചിരുന്നു. അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ കേസിൽ ഹാജരായപ്പോൾ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതി വ്യക്തമാക്കിയത് നിരോധന സംസ്ഥാനങ്ങളിൽ ബാർ ലൈസൻസ് നിർബന്ധമല്ല പഞ്ചനക്ഷത്ര പദവിക്ക് എന്നുള്ളതാണ്. ഒപ്പം അറ്റോർണി ജനറലിനെ മുകുൾ റോത്തഗി കോടതിയിൽ വിശേഷിപ്പിച്ചെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നും ചില നിരീക്ഷണങ്ങളുണ്ടായി. മുകുൾ റോത്തഗി സ്വന്തം നിലയ്ക്കാണ് കോടതിയിൽ ഹാജരായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ കേസിൽ അറ്റോർണി ജനറൽ എന്ന് വിശേഷിപ്പിക്കേണ്ടതില്ല എന്നാണ് ബാർ അഭിഭാഷകർക്ക് കോടതി നിർദ്ദേശം നൽകിയത്. തൊഴിൽ നഷ്ടമാകുമെന്നതുകൊണ്ട് മാത്രം മദ്യനയം നടപ്പിലാക്കുന്നത് തടയാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വ്യാവസായിക തൊഴിൽ നിയമങ്ങൾ പ്രകാരമാണെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. വാദം തുടരുകയാണ്. എം ഉണ്ണികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ.